ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. നമ്മളെ വിയറ്റ്നാമിൽ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ വിയറ്റ്നാമിലെ രണ്ടാമത്തെ ദിവസമാണ്. വിയറ്റ്നാമിൽ ദനാങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ദനാങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഇവിടെ ഓഷ്യൻ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലത്തെ ഫുൾ വ്ളോഗ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെച്ചാൽ കാണുക. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് സെക്കൻഡ് ഡേ ആയ ദിവസം രാവിലെ ഒരു 5:45 ടൈമിൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മളെ ഫ്രണ്ട് ബാക്കിൽ തന്നെ കടലാണ് കേട്ടോ. നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കടലാണ്. ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ കടലിൽ കുറേ ടൈം അവിടെ ബീച്ചിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് നമ്മൾ ദനാങ്ങിക്കാണ് പോണത്. വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരിടം കൂടിയാണ് ദനാങ്, ബനാ ഹിൽസ്. അപ്പോൾ ബനാ ഹിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാരണം ബനാ ഹിൽസിൽ നമുക്ക് കാണാനും എന്താ പറയുക, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് പിന്നെ ബനാ ഹിൽസിൽ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത്. 7:45 ആകുമ്പോഴത്തേന് ഗൈഡ് നമ്മൾ എടുക്കാൻ വരും പറഞ്ഞിട്ടുണ്ട്. കിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. സാക്കുള്ളു അളിയനും ഇതിൻ്റെ നേരെ മുകളിലുള്ള റൂമിലാട്ടോ. നമ്മൾ 6ാമത്തെ നിലയിലാണ്, ഒരു 7ാമത്തെ നിലയിലാണ് നിൽക്കണം. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി 6 മണിക്ക് ഹോട്ടലിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 7:45 ആകുമ്പോഴത്തേന് താഴെ റിസപ്ഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ ഗൈഡ് നമ്മളെ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരാണ് നമ്മളെ ബനാ ഹിൽസൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെ ബനാ ഹിൽസിലെ വിശേഷങ്ങളാണ് കാണാൻ പോണത്. ാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഹലോ ഗായ്സ്, എന്നടാ ഇത് ലെങ്കി മറിഞ്ഞല്ല പാസ്പോർട്ട് വെച്ചിട്ട് അതെ. നമുക്ക് എന്തൊക്കെ ഫുഡ് എന്ന് നോക്കിയിട്ട് വരാം. സ്വീറ്റ് പൊട്ടാറ്റോ കോണ്, എന്തോ ഒരു സാധനം. ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസും നമ്മളെ എന്താന്ന് അതിന്റെ പേര് ഇതെന്താ സംഭവം മനസ്സിലായി? നമ്മളെ സർവത്തും കായടാ. ഏതാണ്ട് ഇതെന്തുവാണ്? യോഗട്ട്, തൈര്, ഇവിടുത്തെ ഐറ്റംസ് ആണ്. ഞാച്ചും ചോച്ചിയൊക്കെയാണ് മക്കളെ. കോഴിമുട്ട തന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാച്ചും ചോച്ച ചായ തട്ടല് പോയിട്ട് അളോസ് ഇപ്പോൾ ഞാച്ചും ചോച്ചുണ്ട്. കോഴിമുട്ട തന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെന്തുവാ സാധനം ഞാൻ പറഞ്ഞുതരാം. സ്ട്രീമഡ് റൈസ്. സ്ട്രീം, അതായത് നമ്മള് അരി പുഴുങ്ങി വെച്ചതാ. മണങ്ങ കഴിച്ചോളും. അതിലേക്ക് ഇതാ ചട്നി ഉണ്ട്. സ്ട്രീമഡ് റൈസ് ഫ്ലോർ, അതായത് നമ്മളെ അരിപ്പൊടി വാട്ടിയെടുത്തത്. പത്തിരിപ്പൊടി അങ്ങനെ കൊടുന്ന് വെച്ചതാ തോന്നുന്നു. നാട്ടില് പത്തിരിയെന്ന് ശേഷം തിന്നാ മതി. ഐസാക്കും മുട്ട എടുത്തത്. ഐസ് എന്താണ്? ഫ്രൈഡ് ഫിഷ് ബോൾസ്. ഇതെടുത്തോ. ഫ്രൈഡ് ഫിഷ് ബോൾസ് വേണ്ട. രാവിലെ മീൻ ഉരുട്ടിയതുണ്ട്. കുറച്ച് സാലഡ് തന്നോ. ഷേപ്പിന്റെ പ്ലേറ്റാണ് നമ്മളിന്ന് കാണുന്നത്. എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട്. മദാമൊക്കെ ഒരുപാട് വലിച്ചെടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ബന്ധത്തില്ല. ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്. പിന്നെ ബ്രെഡ് ജാം. നമ്മളവിടെ ബ്രെഡിൽ മാത്രം ജാം പറ്റും. ഇവിടെ പാൻ കേക്ക്, റസ്കിലും എങ്ങനെ എടുക്കണതുണ്ട്. സൂപ്പ് ഐറ്റം, സൂപ്പുകളുണ്ട്. സൂപ്പ് വേണം നമുക്ക്. ഓക്കെ, ഉപ്പുമാവുകളൊക്കെ ഉണ്ട്. ഇത് റാൽച്ചു, അതായത് കോൺ ചീൻ ചൂക്ക. നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്. രാവിലെ 6 മണിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ അടിപൊളിയായിരിക്കും. കഴിച്ചോ. തൊടാത്ത എടുക്കാം. തൊട്ടടുത്തെടുത്താലും ഉണ്ടാക്കണ്ടല്ലോ. ഇതാണ് ചോക്കത്. കാള കുഴിഞ്ഞതാ. കാള ഫ്രൈഡ് റൈസ് എടുത്തില്ലേ. ഇത് സുഷി
വീഡിയോയിൽ ഒരുപാട് ടേസ്റ്റ് നോക്കിക്കോ, ഛർദിക്കരുതിട്ടോ. ശോഷി തന്നിട്ട് ബീഫ് കറി എടുത്തോളൂ. ബീഫിന് അതെ, ബീഫിന് എഴുതിയിട്ടുണ്ട്. വെണ്ടൊക്കെ ഐസുള്ളത് ബീഫ് എഴുതിയിട്ടുണ്ട്. ഇത് വേണോ? ആ, കടല പുഴുങ്ങിയതെന്ന് പറയും. ബീൻസ് അങ്ങനെ പേരറിയാത്ത കണ്ടം മണ്ടം സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടോ. ചെറിയത്തുണ്ടോ ഇടക്കുന്നു നോക്കുന്നുണ്ട്. റംബൂട്ടാനും ശരവത്തിൻ്റെ ഇടക്കം എല്ലാവർക്കും നമുക്ക്. ആക്കുവിന്റെ പ്ലേറ്റ് ആണ് കണ്ടാ വിചാരിക്കും ഓള് ഫുൾ വിയറ്റ്നാമി ഫുഡേ കഴിക്കുള്ളൂ. വാള് വെച്ച് കഴിക്കുന്നത് കാണാൻ ശൂഷിയൊക്കെ എടുത്തുക്കണോളേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിയറ്റ്നാമിലെ 2ാം ദിവസത്തിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡും നമുക്ക് ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനും സാക്കും പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും കൂടി അറിയില്ലെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല പല സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതും ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്താ വെച്ചാൽ എഗ്ഗ് മറ്റേ എന്താ പറയുക പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര സിറപ്പിൽ ഇതാക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്ത പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ പല പല ഫുഡുകളുണ്ട്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ളതും ടേസ്റ്റ് ഉള്ളതും ടേസ്റ്റ് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കേട്ടോ. എന്തായാലും പിന്നെ എന്താ പറയുക, ഒരു ശീലമുണ്ടല്ലോ, ചേരനെ തിന്നണ നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കഷ്ണം തിന്നണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അറിയണമല്ലോ നമുക്ക് എല്ലാ നാട്ടിലെ ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ആരോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു നമുക്ക് വിയറ്റ്നാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടിയും ടോട്ടൽ എത്ര രൂപയായി എന്നുള്ളതും പിന്നെ ഈ ഒരു പാക്കേജിന് പുറമെ നമ്മൾ കയ്യിൽ എത്ര ക്യാഷ് വിയറ്റ്നാമിലെ റുപ്പീസായിട്ട് എത്ര കരുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ആയിട്ട് ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആയിട്ട് കാണാം. കാരണം നമ്മൾ വിയറ്റ്നാമിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള വിയറ്റ്നാമിലെത്തുന്ന വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മുന്നേ 2 വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളുടെ ഗൈഡ് വണ്ടിയായിട്ട് നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബസ്സിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മൾ മാത്രം കേട്ടോ. വേറെയും കുറച്ച് ടീംസും കൂടി ഉണ്ടായിരുന്നു ബസ്സിലായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരായിട്ട് നല്ല കമ്പനി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചുരിദാർ ഇട്ട കാക്കാൻ്റെ അടുത്താണ് കേട്ടോ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ നമുക്ക് ഒരു എന്താ പറയുക, ഇവിടുത്തെ പേൾ ഉണ്ടാവില്ല, നമ്മൾ കറക്റ്റ് പേൾ മുത്ത് ഉണ്ടാവില്ല, അത് വെച്ചിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസും കാര്യങ്ങളും അങ്ങനെയുള്ള പേളിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ ആ ഡയറക്റ്റ് നമുക്ക് കാണിച്ചിട്ട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും അതൊക്കെ നേരിട്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ക്യാമറ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മൾ കാത്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്നിട്ട്, അതായത് ബനാ ഹിൽസിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു തൊപ്പി വാങ്ങിക്കുകയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ ചുറ്റി നടക്കലിൽ ആകെ തല പൊട്ടി പോകുന്ന വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒന്നൊരു തൊപ്പി വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള കടയിൽ കയറിയതാണ് കേട്ടോ. 1.5 ലക്ഷത്തിന്റെ തൊപ്പി നമ്മൾ വാങ്ങാൻ പോണത്. 1.5 ലക്ഷത്തിന്റെ അവസേ 1.5 ലക്ഷത്തിന്റെ തൊപ്പി. ആരായി ഞാൻ? റിച്ച് സാക്കുവാണ്. സാക്ക് 2 ലക്ഷത്തിന്റെ കണ്ണട. 2 ലക്ഷത്തിന്റെ കണ്ണട സാക്കുവിന് 1.5 ലക്ഷം തപ്പി. അതല്ലേ രസം കൂടി. ലക്ഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന പൂളിയും കുരു പോലെയാണെന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. 2 ലക്ഷത്തിന്റെ കണ്ണടയും 1.5 ലക്ഷത്തിന്റെ തൊപ്പിയൊക്കെ വാങ്ങി ഗൈഡ് നമ്മളെയും കൊണ്ട് ഇത് അങ്ങനെ പോവാണ് കേട്ടോ. പോകുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് ഇതാ ആള് പിന്നെ ബനാ ഹിൽസിന്റെ ഒരു ഏകദേശം ഒരു മാപ്പ് കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാണ്. കാരണം നമ്മൾ പോകുന്ന ഈ ഒരു ബനാ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1487 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ. 1487 മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു ബനാ ഹിൽസിലേക്ക് നമ്മളെ അവർ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ഒരു കേബിൾ കാറിലാണ് കേട്ടോ. ഈ ഒരു കേബിൾ കാർ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് വലുതാണ് കേട്ടോ. കാരണം ഇതിലിരുന്നിട്ട് നമ്മൾ അത്രയും ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകളുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെ ചൈന വന്ന് ചാടല്ലേരിച്ച അയിന്നാണ് വന്ന് ചാടിയാക്കള് പച്ചോനെ നമ്മളെ വിടുക്ക പോയി പോണതില്ലേ ആകാശത്ത് എത്തിക്കണ.
നാട്ടില് മറ്റേ ചെല്ലുകുന്നതൊക്കെ കണ്ടിട്ടാ മതി കുറ്റിപ്പുറം പറ്റും. മേശനക്കുടി വഴി ഊട്ടിക്ക് കരയുന്ന സാക്കുവിനെ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാം. ഉയരത്തിലെത്തും തോറും സൂറത്തിന്റെ എണ്ണം കൂട്ടി സാക്കിറ മാതൃകയായി. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും സാക്കുവിന്റെ പേടി കൂടി വരണേട്ടാ. അപ്പൊ ഞങ്ങളിങ്ങനെ സാക്കുവിനെ ഇങ്ങനെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അടി ഉയരത്തിലാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അന്തം ഉണ്ടാവില്ല കേട്ടാ. കാരണം നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ആണ് നമ്മൾ എൻ്റെ വല്ലോ എന്താണ് ഇപ്പോൾ നമ്മൾ എവിടെ പോയി നിൽക്കുന്നത് എന്നൊക്കെ. പിന്നെ നമ്മൾ ഓരോ സാഹസിക യാത്രകൾക്ക് മുതിരുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു യാത്ര തന്നെ ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യണില്ലേ, അതുപോലെ കണ്ട് ചിന്തിച്ചാൽ മതി. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഇത്ര നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഇതുപോലെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ട് കണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര അടി ഉയരത്തിലൂടെ നമ്മളിങ്ങനെ പോണിച്ചാലും താഴെയുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ കാടിൻ്റെയും എത്രയോ ഒരു ഹൈറ്റിൽ നിന്നിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ എത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഇതിലേക്കും രസമാണ് കേട്ടോ. അതാണ് വിയറ്റ്നാമിൽ സെൻട്രൽ വിയറ്റ്നാമിൽ ഈ ഒരു ബനാ ഹിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേസ് ആൾക്കാർ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നുള്ളത് ഇതിൻ്റെ ടോപ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. മാഷാ അല്ലാ, ഇത് കണ്ടില്ലേ, നമ്മൾ കേബിൾ കാർ ഇറങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊരു മായാ ലോകമാണ് കേട്ടോ. ശരിക്കും എനിക്കിവിടെ കണ്ടേക്ക് എന്താ ഓർമ്മ നേരം, നമ്മൾ സിൻഡ്രല്ല കഥകളൊക്കെ ഉണ്ടല്ലോ, ആ കഥകളിലൊക്കെ കണ്ടിരുന്ന കുറേ കൊട്ടാരങ്ങളും അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നേരിട്ട് കണ്ട പോലത്തെ ഒരു എന്താ പറയുക, ഒരു മായാലോകത്ത് ചെന്നപ്പോലത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. കാരണം എവിടെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ. And anyone see one more? അപ്പൊ നമ്മളെ ഗൈഡ് കുഞ്ഞായിരത്തിലൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ, ഇവിടെ ഇതാ ഈ ഒരു ബിയർ പാർലർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളെ ഈ ഒരു പാക്കേജിൽ ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് തരുന്നുണ്ട്. ആ ടിക്കറ്റും അവർക്ക് വേണ്ടവർക്ക് 2 കപ്പ് ബിയർ അവിടുന്ന് കുടിക്കാന്നാ പറഞ്ഞിട്ടാ. അപ്പോൾ അത് കഴിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ബിയർ കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നമുക്ക് ലഞ്ചിനുള്ള കൂപ്പണും തരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ ഫ്രീ ആയിട്ട് അങ്ങ് വിടുക ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ചുറ്റി നടന്ന് കാണാം, സ്ട്രീറ്റ് ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കാരണം പക്ഷേ നമുക്ക് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡൊന്നും വേറെ കഴിക്കേണ്ടി വരില്ല. കാരണം ഇവർ നമുക്ക് ഉച്ചക്ക് തരുന്ന ഈ ഒരു ലഞ്ച് ഉണ്ടല്ലോ, ലഞ്ച് ഞാൻ കാണിച്ചു തരട്ടെ. കാരണം അടിപൊളി ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ ഇരുന്നിട്ട് കഴിച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വെറൈറ്റി ഫുഡുകളും കാര്യങ്ങൾ, സീ ഫുഡുകളും അതായിട്ടും നോൺ വെജായിട്ടും വെജായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോരാത്തിന് നമ്മളോട് ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് മൊത്തം ഇവിടെ ചുറ്റി നടന്ന് വീഡിയോസോ ഫോട്ടോസോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻജോയ് ചെയ്തിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും തിരിച്ച് നമ്മൾ അവർ പറയുന്ന ആ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് ഇവിടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഈ ഒരു ഫ്രഞ്ച് വില്ലേജ് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫാൻറ്റസി പാർക്കിലാണ് കേട്ടോ. ഇവിടേക്കുള്ള എൻട്രി ഇവരുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രാ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം കേട്ടോ. കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ളതും അതുപോലെ 3D 4D സിനിമകളും അതുപോലെ ഒരുപാട് ഷോകളും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ നമുക്ക് പുറമെന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാതെ തന്നെ നമുക്ക് പുറത്ത് കണ്ടു തീർക്കാനും ആസ്വദിക്കാനായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും സംഭവങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫാൻറ്റസി പാർക്കിൽ ഒരൊറ്റ റൈഡിൽ മാത്രം കയറിയിട്ട് പുറത്തിറങ്ങിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ടോയ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഓരോ കരകൗശല വസ്തുക്കളായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും അതുപോലെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്ന ഐറ്റംസുകളും എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ളതായിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സ് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരി നിന്നിട്ട് നമുക്ക് നോക്കാമെന്നുള്ള ലെവലിൽ കിടന്ന് ഞങ്ങളെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫോണിൽ വെച്ചിട്ട് ഓരോരുത്തർ സ്ക്രിപ്റ്റിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തത് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പോൾ അവിടെയുള്ള ടൂറിസ്റ്റിൻ്റെ വിചാരം അപ്പുറന്തോ വേറെ സാധനം കാണാണ്ടെന്ന്. അപ്പോൾ ഓരും വന്ന് എത്തിയോക്കൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം ഫോൺ എടുത്തിട്ട്, കാരണം അവിടെ നിന്ന് എങ്ങാനും താഴെ
വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമ്മളെ ഈ വിയറ്റ്നാം യാത്രനെ കുറിച്ചിട്ട് അറിഞ്ഞവരും കണ്ടവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ മക്കളില്ലാതെ നിങ്ങൾ എന്തിനാ പോയത്, ആ മക്കളെ കൊണ്ടുപോകാതെയാണോ പോയത്, അവരവിടെ വീട്ടിലാക്കിയിട്ടാണോ പോയത് എന്നൊക്കെയുള്ള രീതിയിലിട്ട. അപ്പോൾ എന്താ പറയുക, മക്കളും വേണം, ഫാമിലി വേണം, കുടുംബം വേണം, എല്ലാം വേണം. പക്ഷെ അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മൾ നമ്മൾക്കായിട്ടൊരു ഇച്ചിരി സമയം കണ്ടെത്തുന്നത് അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മളെല്ലാവരും ഓരോ തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ജോലിപരമായിട്ടാണെന്നുണ്ടെങ്കിലും മെൻ്റലി ഫിസിക്കലി ഒക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമ്മളതായിട്ടുള്ളൊരു സമയം, അതൊരു ഭാര്യ ഭർത്താവ് എപ്പോഴും ഇടയ്ക്കെങ്കിലും, അതിന് വലിയ ട്രിപ്പ് ആവണമെന്നൊന്നുമില്ല, 1-2 ദിവസങ്ങളാവാം, അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറുകളാവാം. മക്കളെയും കുടുംബവും ജോലിയും മറ്റുള്ള ബാധ്യതകളും ഒക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് ഇടയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷം മാത്രമേ നൽകുള്ളൂ കേട്ടോ. പിന്നെ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അവർക്ക് പ്രായമാകുമ്പോൾ ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ പോകുമായിരിക്കും, നമ്മളെയും കൊണ്ടുപോകുമായിരിക്കും. അതൊക്കെ വഴിയെ വരുന്ന ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിൻ്റെതായ വഴിക്ക് അതിൻ്റെതായ രസത്തിൽ നടക്കട്ടെ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിട്ട് അല്ലെങ്കിൽ എല്ലാം ഒരുക്കൂട്ടി വെച്ചിട്ട് പിന്നീട് പോവാം, പിന്നീട് കാണാമെന്നൊക്കെ ഒരു മാറ്റി വെക്കണ ഒരു സ്വഭാവം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ല കേട്ടോ. ഇന്ന് കിട്ടണത് ഇന്നുകൊണ്ട് ജീവിക്കുക, ഇന്നത്തെ സന്തോഷം ഇന്ന് നോക്കുക, നാളത്തെ കാര്യം നാളെ നോക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചിന്തിക്കാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ അതിലൊക്കെ ഇന്നത്തെ സന്തോഷം കണ്ടെത്താൻ നോക്കലുണ്ട് കേട്ടോ. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി കാണിക്കാനുള്ളത് ഇവരുടെ ഈ ഒരു ലഞ്ച് ടൈമാണ് കേട്ടോ. ഭാരത റെസ്റ്റോറൻറ്റ് മറ്റുള്ള റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഈ ഒരു പാക്കേജിലുള്ള ലഞ്ച് വരുന്നത്. ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ വിശാലമായിട്ടുള്ളൊരു ലഞ്ച് ജീവിതത്തിൽ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയട്ടെ. കാരണം ബൊഫേ ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് റിസോർട്ടിലാണെങ്കിൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ലഞ്ച് ഞാൻ മുന്നേ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. കാരണം ഇവിടെയുള്ള ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരാനോ പറയാനോ ഈ ഒരു സമയം പോരാതെ വരും കേട്ടോ. അത്രക്ക് ഐറ്റംസ്, അത്രക്ക് വെറൈറ്റി ഫുഡുകൾ അത്രക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയിൽ മുഴുവനായിട്ട് അത് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ടേബിളിൽ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കൊടുന്ന് വെക്കലും ഒക്കെ പാടിയപ്പോൾ എനിക്ക് ക്യാമറയും ഫുഡും കാര്യങ്ങളൊക്കെ പാടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മൾ കഴിക്കാത്ത രീതിയിലുള്ള വെറൈറ്റി ഫുഡുകൾ മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അല്ലാത്ത തന്നെ ആയിട്ടുള്ള വേണ്ടോളം ഫുഡുകൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെടുത്ത് വരുന്ന ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണല്ലോ ഈ ഒരു ലഞ്ച് എന്ന് വിചാരിച്ചിട്ട് വാരി കോരി എടുത്ത് സാധനം നാശാക്കി ഇടുന്ന പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. കാരണം ഇവിടെ പ്രത്യേകത അവരെ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഫുഡുകൾ അത് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം, പക്ഷേ എങ്കിൽ കഴിക്കണം. അതായത് ബൊഫേ ആയതുകൊണ്ട് നമുക്ക് കഴിയുന്നതിനനുസരിച്ച് പോയി എടുത്ത് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ നമ്മൾ ഓവറായിട്ട് ഒരുപാട് ടേബിൾ കൊടുന്ന് വെച്ച് അത് അങ്ങനെ ബാക്കി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൽ ബാക്കി വന്ന ഫുഡിന് അവർ ക്യാഷ് ഈടാക്കണം കേട്ടോ. അങ്ങനെ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പോണത് ബനാ ഹിൽസിലെ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. അതായത് 2 കരിങ്കൽ കൈകൾ താങ്ങി നിർത്തുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അതിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാണാനും എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലൊന്ന് കയറണം എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേബിൾ കാറിൽ കൊണ്ടുപോകണത് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ എന്തായാലും അടുത്ത വ്ളോഗിൽ പറയും കാണിക്കുകയൊക്കെ ചെയ്യുക. കാരണം നമ്മൾ പുതുതായിട്ട് കാണുന്ന ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെറുപ്രാചരണ്ട് കാണിച്ചു പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മളെ ബനാറസിലെ അടുത്ത ഗോൾഡൻ ബ്രിഡ്ജിലെ വിശേഷങ്ങളായിട്ട് കാണാം. മസ്സലാമ. You're scared? Yeah, I'm scared. Why? We're coming in. Yeah. They're already here. We're there. Not finished. All the things I think, yeah. See? When we go up, there's a huge construction activities going on. Okay.